ഹായ് ഗായ്സ്, നമ്മളിതാ ചലഞ്ചിന് വന്നേക്കാണ്. ഒരാളുടെ കൂടെ ഇങ്ങനെ കൂടെ ചലഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ല, ഞാനും കഴിക്കും. നമുക്ക് നോക്കാം ആരാണ് ജയിക്കണേ നോക്കില്ല. നമ്മൾ ക്ലബ് ഷവായിൽ വന്നിട്ട് ഷവായി കഴിക്കാൻ പോകണം. ഇപ്പോൾ ഒരു ഫുൾ ഷവായി പറഞ്ഞിട്ടുണ്ട്. അത് പോരെങ്കിൽ നമ്മൾ അടുത്ത ഷവായി പറയും. ഞാനൊരു ഫുള്ളൊക്കെ കഴിക്കും. വേറെ എന്താ സ്റ്റേജ് പറയാനുള്ള കേട്ടോ. നമ്മുടെ ഷവായി എത്തി കഴിഞ്ഞിട്ടുണ്ട്. ചലഞ്ച് ഫുഡ് കഴിക്കാണ്ടിരിക്കും. നിങ്ങൾക്കിട്ട് ഇരിക്കും, ഞങ്ങൾ കഴിച്ചിട്ട് ചലഞ്ച് തുടങ്ങാം. തുടങ്ങല്ലേ ഇത്ര വലിയ നിങ്ങൾ വലിയ പിസ്സ കൊടുക്കണം. ഞാനും വലിയ പിസ്സ ടൈമിങ് നോക്കണ്ടോ? ടൈമിങ് നോക്കണ്ടോ? ടൈം വയ്ക്കാം, കഴിക്കാൻ പറ്റേ ടൈം വയ്ക്കാം. ഞാൻ പൊട്ടില്ല തുടങ്ങിക്കോ. നിങ്ങൾ കഴിക്കില്ലേ? നിങ്ങൾ കഴിക്ക്, ഇത് വേണ്ടേ? മസാല കൊണ്ടുവച്ചപ്പോ മസാല വേണ്ടെന്ന് ഒരാൾക്ക് പേടി. മസാല കൂട്ടി കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കും. നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഞാൻ ജയിക്കുമ്പോറാ തീരൊന്നുമില്ല. പക്ഷെ നടക്കാനുള്ള പൈസ അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞു. ആ പീസ് അതുപോലെ തന്നെ ഇരിക്കണല്ലോ. അവിടെ നോക്ക്, അത് കഴിഞ്ഞു. വയറ് കടടുത്ത് നിൽക്കണോ? ഞാനും ഞാൻ സാലഡൊക്കെ എടുത്ത് കഴിക്കില്ല. അതാണ് എല്ലു വരെ കഴിച്ചില്ല. എല്ലു വരെ തുടച്ച് കഴിച്ചു. ഞാൻ മയണസും കഴിയണതാണ്. രണ്ടാമത് ഇയാളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇയാൾ 19 അല്ല 12 ഉണ്ട്. ആ ബ്രോസ്റ്ററിന്റെ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ കൈൻ്റെ വിരല് കണ്ടൊന്നും ഡൗട്ടില്ല. അതില്ല കൈൻ്റെ വിരല് നൈസായിരുന്നു. വയറിലെന്താ വയറാണ് പട്ടിയാണോ? ഞാനും കഴിക്കും. ഞാൻ കുറച്ച് സലാഡ് കഴിക്കില്ല. അതാ ഞാൻ സലാഡ് കഴിച്ചിട്ടാണ് കഴിക്കാൻ പറ്റാത്തത് പറയാൻ നിൽക്കരുതല്ലോ. എനിക്ക് ഷവായിനായിട്ട് കൂടുതൽ അൽഫാം ഇഷ്ടം. അല്ലേ അൽഫാമിന്റെ രണ്ടാമത്തെ പീസും കഴിച്ചു. രണ്ടെണ്ണം കഴിഞ്ഞു. രണ്ടെണ്ണം കഴിഞ്ഞു. നല്ല വലിപ്പമുള്ള പീസ് ചെറുതായിരുന്നു. എന്റെ വലുത് കട്ട് ചെയ്തപ്പോ എനിക്ക് ഷവായി ഇഷ്ടമില്ല. അൽഫാം പറയാം. അൽഫാം ഹാഫ് പറഞ്ഞ ആദ്യം കഴിച്ചു 500 രൂപ പറ്റുമോ? ആദ്യമൊന്നുമില്ല, തോനെ കഴിച്ചു. 3 മിനിറ്റിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ 500 രൂപ പറ്റുമോ? സമ്മതിക്കും. ഹാഫ് അൽഫാം ഇത് ഞാൻ സമ്മതിച്ചു. നടക്കില്ല. എന്താ പെട്ടെന്ന് കഴിക്കണം പറ്റില്ലേ? ഓൾറെഡി ഞാൻ 500 രൂപ ഗൂഗിൾ പേ. ഓക്കെ ഓർഡർ ചെയ്തോ ഗൈസ്. അങ്ങനെ പേടിച്ച് പോയിക്കാണ്. ഫോക്കസ് ആവണ്ടാ. അവിടെ ഒരാൾ മൈക്കും കൊണ്ട് പോയിട്ടുണ്ട്. ഫോക്കസ് ആവണ്ടാ. ഫോക്കസ് ആയിണ്ടാ. അവിടെ ഒരാള് പേടിച്ച് പോയിരിക്കുകയാണ് ബാത്റൂമിലേക്ക് ഓടിയിട്ട്. നമ്മുടെ ജ്യൂസ് അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മൾ ചലഞ്ചിന്റെ ഇടയിലും നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്ത് കുടിക്കും. ഓക്കെ, നമ്മളങ്ങനെ അൽഫാം എത്തിയിട്ടുണ്ട് കേട്ടോ. ചലഞ്ചിലുള്ള ആളെ കാണാല്ലേ, അൽഫാം എത്തിയിട്ടുണ്ട്. ചൂടാക്കിട്ടാ ഞാൻ ആ ചെറിയ പീസ് എടുക്കുള്ളൂ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് നിക്ക് തുടങ്ങാൻ വരട്ടെ. അവരാ പാട്ട് ഓഫ് ചെയ്യാണ്ട് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ അൽഫാം എത്തിയിട്ടുണ്ട്.
പരിപാടി എന്ത് പരിപാടി? അൽഫാം എത്തി ഹാഫ് രണ്ട് ആ പീസുകൾ കാണണോ? അല്ലേ ചൂടറിയില്ലേ? ചൂടാറ്റായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം. 3 മിനിറ്റ് അല്ലേ? സമയം വെക്കണം. അയ്യോ ഞാൻ വായിലിട്ടു കഴിക്കാൻ പറ്റാം. സമയം 3 മിനിറ്റ് 500 കൊടുക്കും. അതിന് സ്റ്റോപ്പ് വെച്ച് വെക്കും. കഴിച്ചു. ഞാനും കഴിക്കും ഒരു പീസ്. ഒരു പീസ് ഞാൻ കഴിക്കും. ആ വലിയ പീസ് കഴിക്കും. ഞാൻ ചെറുത് കഴിച്ചാൽ വലിയ പീസ് അയ്യടി. ഞാൻ പൊട്ടിച്ചിട്ടാ. നിങ്ങൾ പൊട്ടിച്ചിട്ടില്ലേ? മൂന്ന് മിനിറ്റ് ആയിട്ടില്ല ഇവിടെ തന്നെ. 3 മിനിറ്റ് ആവട്ടെ. ഗൈസ് എനിക്ക് ശബ്ദിക്കാൻ വേണ്ടി ഓളൊരു തീട്ട 3 ചിക്കൻ്റെ പീസും കൊണ്ടുവന്ന് വെച്ചിട്ട് 3 പീസ് കോഴിയും കൊണ്ടുവന്നിട്ട് എന്റെ കഴിഞ്ഞിട്ടൊന്നുമില്ല. എത്ര മിനിറ്റ് ആയി? ഇയാൾ എന്ത് മനുഷ്യനാ? 500 രൂപ റവിക്ക് കൊടുത്തായി. മാനേജർ റവിക്ക് 500. വെള്ളം വെള്ളം ജയിച്ചൊന്ന് പ്രഖ്യാപിക്കാന്ന് വരട്ടെ. 2 മിനിറ്റ് രണ്ട് മിനിറ്റ് 3 മിനിറ്റാണ് ഒരു ചലഞ്ച് പറഞ്ഞത്. ഇവിടെ 3 മിനിറ്റാണ് ചലഞ്ച് പറഞ്ഞത്. 2 മിനിറ്റ് കൊണ്ട് ആ പീസും കഴിച്ചു. ഞാൻ 3 പീസ് 1.5 കോഴി നിന്നുണ്ട്. 1.5 കോഴി 3 അടയും. ഞാൻ നല്ല കഴിച്ചാ. 3 മിനിറ്റ് ആ പീസ് ഫുള്ള് തിന്നണം. ഫുള്ള് നമ്മളല്ലേ എനിക്ക് വോമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗൈസ് ഞാൻ സത്യത്തിൽ തോറ്റു. ഇയാൾ ജയിച്ചു. പറ്റാത്ത പണിയൊന്നും ഞാൻ ജയിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കോൺഫിഡൻസ് ആണ് എന്നെ. അതായത് ചലഞ്ച് ഒക്കെ വെക്കാം, പക്ഷെ ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. ആര് ഫുഡ് വേസ്റ്റ് ചെയ്യണു? പിന്നെ ഗൈസ് അപ്പൊ 500 രൂപ. അതെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ജയിക്കുന്നു. ഓഫാക്കിയായി ഞാൻ ഛർദിക്കും. അതുകൊണ്ടാ പ്രഭി മന്നുമാണ്. ഞാൻ ഛർദിക്കും. മതി പാല് പിടിക്കാം. മതി. ഇല്ലല്ല ഉള്ളേക്കാം. ആര് വേസ്റ്റ് ആക്കിയത്? ഇത് വേസ്റ്റല്ല. അച്ചാറുണ്ടോ ഇവിടെ? എനിക്ക് വോമിറ്റ് ചെയ്യാൻ വന്ന അച്ചാർ കഴിക്കണം ഒരു നിർബന്ധ. അച്ചാർ ഇത് മതി. അല്ല മാങ്ങ മാങ്ങയുടെ ഉണ്ടാവും. അല്ല അതിലിട്ടാ മതി. ഞാൻ അപ്പൊ വോമിറ്റ് ചെയ്യും ഗൈസ്. ഇയാളെ സത്യത്തിൽ വയറല്ല കേട്ടോ. സത്യത്തിൽ എന്തോ ചേച്ചി എങ്ങനെ ഫുഡ് വെച്ച് ഫുഡ് പുറത്തുനിന്നല്ലേ? സോറി. ആന തൂറുന്ന ആട് തൂറിയ കുണ്ടി തൂറുന്ന അറിയില്ലേ? ഇത് എങ്ങനെ ഞാൻ കഴിക്കാതെ ഇതൊക്കെ പറയാനെന്ന്. ഞാൻ തോറ്റിരിക്കുന്നു ഗൈസ്. ബൈ 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 ബൈ. ഹലോ ബൈ. ഞാൻ നിർത്തി. ക്ഷമിക്കണം രാജാവേ. ഫുള്ള് തിന്നിട്ട് പോയാ മതി. സായി ചേട്ടാ സോറി. തിന്നിട്ട് പോയാ തിന്ന്. അത് കുറച്ചും കൂടെ ഉള്ളു. സോറി എന്നൊക്കെ സോറി. അത് കുറച്ചും കൂടെ ഉള്ളു. തിന്ന് പറ്റില്ല. ഇപ്പം അതില്ല. അത് കുറച്ചുള്ളു. തിന്ന് ഛർദിക്കണ്ടോ? ഓള് പറയാൻ പറ്റില്ല. മേത്തോട് ഛർദിക്കും. ഇനി രസമല്ല. ഇവള് 2ാമത്തെ പീസാണ്. ഞാൻ 1.5 കോഴി. അവിടെ ഒരു പീസ് ഒന്നര കോഴി മാത്രമൊന്നല്ല. അത് ശരിയാ. 1.5 കോഴി മാത്രമൊന്നുമില്ല ഇയാള്. ഇവിടെ ഒരു പീസാട്ടെ തുടങ്ങിയിട്ടുള്ളൂ.
ഇവിടെ 1.5 കോഴി എന്നല്ല 3 വട്ടം മുമ്പ് പിന്നെ ഹോർലിക്സ് അതൊക്കെ വെട്ടി കെട്ടിയാലോ എനിക്ക് തോന്നില്ല കേട്ടോ വയറിഞ്ഞാണോ ആണോ സാധനമുണ്ട്. ജിമ്മിനൊക്കെ പോയിട്ട് ഇവര് തിന്നണൊക്കെ ജിമ്മിലേക്ക് ആക്കുക. ഞാൻ പോവാ ഗൈസ് ബൈ. ഇനി മേലെ ഫുഡ് ചലഞ്ച് പറഞ്ഞ് വരരുത് മനസ്സിലായോ? അത് തിന്നിട്ടല്ല നീക്കണ്ട. ഛർദ്ദിക്കാൻ വരുന്നത് ഇല്ല ഛർദ്ദിക്കാൻ വന്നിട്ടുള്ള കാര്യമില്ല. തിന്നിട്ട് നീച്ചാൽ മതി. ഫുള്ള് തീർത്തിട്ട് നീച്ചാൽ മതി. അനക്ക് ഈക്ക് 3 മിനിറ്റ് അല്ലാന്ന് ആണെങ്കിൽ 3 മണിക്കൂർ വരെ അത് തിന്നിട്ട് നീച്ചാൽ മതി. ഛർദ്ദിക്കും അതാ. ഛർദ്ദിച്ചോ കുഴപ്പമില്ല. സോറി ഒരു കുഴപ്പമില്ല. ഞാൻ സായിച്ചേട്ടനോട് ചെയ്തതിന് സോറി. തിന്നിട്ട് നീച്ചാൽ മതി. മതി മതി നടക്കൂല മോളെ. തിന്നിട്ട് നീച്ചാൽ മതി. ഗൈസ് അങ്ങനെ എന്റെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഫുഡ് ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല. സമയമൊക്കെ എടുത്തു പക്ഷെ ഞാൻ ഫുഡ് വേസ്റ്റ് ആക്കിയില്ല. അത് ഒരാള് പിച്ച് പൊളിച്ച് കഴിക്കും നോക്കിയേ. അത് കഴിച്ചിട്ടില്ല. അത് ഒരു അൽഫാം പറഞ്ഞാ ഞാൻ എന്തൊരു ഷവായി അതിന്റെ പേര് വരെ മറന്നിരിക്കും പോകാൻ പറ്റിയാ വന്നിട്ട്. ഗൈസ് ഇങ്ങനത്തെ ചലഞ്ചൊക്കെ നിൽക്കുമ്പോൾ സാഹിത്യം പറഞ്ഞ പോലെ ഫുഡ് വേസ്റ്റ് ആക്കരുത് ആരും. എനിക്കൊരു പാഠമായിരിക്കുന്നത്.